നെക്സ്റ്റ് ഫംഗ്ഷൻ ക്യാരറ്റ് ഫംഗ്ഷൻ. ക്യാരറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത, നമ്മൾ എത്ര വലിയ വേർഡോ ചെറിയ വേർഡോ കൊടുത്താലും ആ വേർഡ് മെമ്മറിയിൽ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടാണ് ആ മെമ്മറി സ്പേസിൽ സ്പെസിഫിക് ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് ഒരു ഇൻഡെക്സ് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഇൻഡെക്സിൽ നിന്നുള്ള വാല്യൂനെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ക്യാരറ്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് to take a letter which is present in a specific index. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. var x equal javascript y equal to x dot caret 4. അപ്പോൾ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അറ്റ് എ പർട്ടിക്കുലർ ഇൻഡെക്സ് എന്നാണ് അർത്ഥം. അപ്പോൾ 4 എന്ന ഇൻഡെക്സിലുള്ള ലെറ്ററിനെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അലേർട്ട് വൈയിലൂടെ പ്രിൻ്റ് ചെയ്യണം. ഇനി നമുക്കതെങ്ങനെ വർക്ക് ആവണമെന്ന് നോക്കാം. നമുക്കിവിടെ എസ് ആണ് ഡിസ്പ്ലേയിൽ കാണുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മനസ്സിലാവും ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മുടെ വേർഡ്. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് ഓരോ ഇൻഡെക്സുകളിലായിട്ട് അത് സ്റ്റോർ ആവുന്നു. അങ്ങനെ അത് സ്റ്റോർ ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്നും ക്യാരറ്റ് 4 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അപ്പോൾ 0 1 2 3 കഴിഞ്ഞ് 4 എന്നുള്ള ഇൻഡെക്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ആ 4 എന്നുള്ള ഇൻഡെക്സിലുള്ള ലെറ്റർ എസ് ആണ്. അങ്ങനെയാണ് ഈ എസ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത് ഇൻഡെക്സ് ചോദിച്ചാലും ആ പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള ലെറ്റർ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. അപ്പോൾ ഇതാണ് ക്യാരറ്റ് ഫംഗ്ഷൻ കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഏത് വേർഡാണെങ്കിലും പ്രശ്നമില്ല, അതിലെ പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള ലെറ്ററിനെ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരറ്റ് 4 ആണ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ എസ് കാണാം.